നമ്മളിപ്പോൾ ഉള്ളത് ചിങ്ങഞ്ചിറയാണ്. ഇത് ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയല്ല മോഹൻലാലിൻ്റെ, അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇത് കണ്ടോ, വള്ളികൾ. അതുപോലെ ഇവിടെ അതെ 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 ഈ കാണുന്നതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ്. ഇവിടെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഒന്ന് കാണിക്കും. ഇതാണ് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ. ഇവിടെ ഇവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പിന്നെ ഈ ക്ഷേത്രം കറുപ്പുസ്വാമി കേട്ടോ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമിയുടെ ക്ഷേത്രമാണ്. ഇവിടെ നമ്മൾ ഉദ്ദിഷ്ടകാര്യ സാധ്യത എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അപ്പം ആ പ്രാർത്ഥനയ്ക്ക് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണിത്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടെയുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെയുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കാം. നമുക്കിതാ ഇവിടെ ഈ ഒരുപാട് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ എന്താണ് പേര്? എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ള കാര്യങ്ങൾ? നമ്മൾ വരുന്നു, കാര്യങ്ങൾ സാധിക്കണോ നടത്തണം വിചാരിക്കണം. ആ കാര്യങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞ് വരിക. ഒരു 20 ഒരു ചോറും വെച്ച് നിങ്ങൾ കഴിച്ചു. നമ്മളിവിടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അല്ലേ? അവർ തന്നെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. കോഴിയോ ആടോ അങ്ങനെ എന്തും വേണമെങ്കിൽ പറ്റും. അങ്ങനെ എന്ത് ഭക്ഷണവും ഉണ്ടാക്കാം അവിടെ അല്ലേ? അവർക്ക് തന്നെ ഉണ്ടാക്കാം. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. എന്താ പേരെന്താ? മുരുകൻ അല്ലേ? ചേട്ടൻ എന്താണ് ഇതിനെക്കുറിച്ച്, ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഒരുപാട് ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വയനാട്, കോഴിക്കോട്, എല്ലാ ഭാഗത്തു നിന്നും. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി, കറുപ്പുസ്വാമി എന്ന് പറഞ്ഞാൽ ഫേമസ് ആയ ഒരു അമ്പലമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഉദ്ദിഷ്ടകാര്യ സാധ്യത പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ നമ്മളെ മനസ്സിലൊരു പ്രാർത്ഥന ഉദ്ദേശിച്ച് അത് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം ദൈവത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ തന്നെ അതിൻ്റെ ഒരു സന്തോഷം ആഘോഷിക്കുക എന്ന് മാത്രം അല്ലേ? അല്ലാണ്ട് അദ്ദേഹത്തിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു നേർച്ച. അതെ 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 അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതെ അതെ അത് ഞാൻ ഇതാണ് കാര്യങ്ങൾ. ഓരോ കാര്യങ്ങൾ സാധിച്ച ആൾക്കാർ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവർ തന്നെ കഴിക്കുകയാണ് ഇവിടെ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അല്ലേ? എവിടെ നിന്ന് വരുന്ന ആൾക്കാർ? ഞങ്ങൾ വണ്ടിത്താവളം അല്ലേ? നിങ്ങളെ ഓരോ കാര്യം സാധിച്ചുകൊണ്ട് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് അല്ലേ? ഓക്കെ. എന്താണ് നിങ്ങൾ നേർച്ച? ഹരിതകർമ്മസേന. അതെ അതെ അതെ. അപ്പോൾ ഇവിടെ ഇതേപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? നാളെ ഇന്നിപ്പം ഇന്ന് ശനിയാഴ്ച ആണല്ലോ, ഞായറാഴ്ച ആകുമ്പോൾ അല്ലേ? വശ്യമനോഹരമായ കൊല്ലങ്കോട് ഗ്രാമത്തിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരിടമാണ് ചിങ്ങഞ്ചിറ. ഈ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയും ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമിയെ കാണുവാൻ വേണ്ടിയും നിരവധി ഭക്തജനങ്ങളും സഞ്ചാരികളുമാണ് ദിവസവും ഇവിടെ വന്നു പോകുന്നത്. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമിയുടെ മുൻപിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ദുഃഖങ്ങളും സങ്കടങ്ങളും തീർച്ചയായും മാറ്റിക്കൊടുക്കും എന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കിതിൽ നിന്നൊക്കെ മോചനം കിട്ടിയാൽ നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന നേർച്ച ചെയ്തു കൊള്ളാമെന്നുകൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് നേർച്ചകൾ എന്ന് പറയുന്നത് ആട്, കോഴി എന്നിവയാണ്. ഇവ ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ അത് പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നേർച്ച. അതായത് കൂടെ ചോറോ കപ്പയോ മറ്റ് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്.